ചലോ ബെത്ലഹേമിൻ്റെ രണ്ടാം ദിവസം. നമ്മൾ ഈ രണ്ടാം ദിവസവും ഫ്രാൻസിസ് അസീസിയോട് ഒപ്പമാണ്. മാർപ്പാപ്പായിൽ നിന്ന് അനുവാദം കിട്ടിയ ഫ്രാൻസിസ് അസീസി ഗ്രേച്ചിയോ ഗ്രാമത്തിലേക്ക് പോവുകയും അവിടെ എവിടെയാണ് പുൽക്കൂട് നിർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു യാത്ര നടത്തുകയും ചെയ്തു. വനങ്ങളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ഒക്കെയുള്ള പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. അവസാനം ആ പ്രദേശം കണ്ടതിന് ശേഷം അദ്ദേഹം തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ ജിയോവാനി എന്ന പ്രഭു ഫ്രാൻസിസ് അസീസിയെ കാത്ത് അവിടെ ആശ്രമത്തിൽ നിൽക്കുന്നതായിട്ടാണ് പറയപ്പെടുക. ജിയോവാനിയുടെ ഉദ്ദേശം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസിന് ഫ്രാൻസിസ് അസീസിയെയും ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിലുള്ള ആശ്രമാംഗങ്ങളെയും ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കണം. ജിയോവാനി ഫ്രാൻസിസ് അസീസിയോട് ഈ കാര്യം അഭ്യർത്ഥിച്ചു. പക്ഷേ ഫ്രാൻസിസ് അസീസിക്ക് പറയാനുള്ളത് മറ്റൊന്നായിരുന്നു. ജിയോവാനിയോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഓക്കുമര കാടുകളുള്ള ആ പ്രദേശത്ത് നമുക്കൊരു പുൽക്കൂട് നിർമ്മിക്കാൻ സാധിക്കുമോ, അതിന് സഹകരിക്കുമോ എന്ന് ചോദിക്കുക. അങ്ങനെ സഹകരിക്കുകയാണെങ്കിൽ 1223 വർഷത്തെ ക്രിസ്മസ് നമുക്ക് വലിയൊരു സംഭവമാക്കി തീർക്കാം എന്ന് ഫ്രാൻസിസ് അസീസി പറയുക. അടുത്ത ദിവസം തന്നെ രണ്ടുപേരും കൂടി, ജിയോവാനിയും ഫ്രാൻസിസ് അസീസിയും കൂടെ ഈ ഓക്കുമര കാടിൻ്റെ അടുത്തൂടെ സഞ്ചരിക്കുക. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ എവിടെയാണ് പുൽക്കൂട് സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഇടയബാലൻ അതിലെ വരുന്നത് അവർ കണ്ടത്. ആ ഇടയബാലനെ കൊണ്ട് 2 കല്ലുകൾ എടുപ്പിച്ച് അത് ഉരച്ച് അതിൽ നിന്ന് തീ ഉണ്ടാക്കി ആ തീ ഫ്രാൻസിസ് അസീസി ഒരു മരക്കൊമ്പിലേക്ക് തീ പിടിപ്പിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് ഈ കത്തിച്ച മരക്കൊമ്പ് ഈ ഇടയബാലനോട് തന്നെ പറയുകയാണ്, ചുഴറ്റി എറിയാൻ പറയുകയാണ്. അങ്ങനെ ആ ഇടയബാലൻ ആ കത്തിച്ച മരക്കൊമ്പ് ചുഴറ്റി എറിയുകയും അത് ചെന്ന് വീണ സ്ഥലത്തേക്ക് ജിയോവാനിയും ഫ്രാൻസിസ് അസീസിയും കൂടെ നടന്നു ചെല്ലുകയും ഒരു വലിയ പാറയുടെ ഒരു സംഗ്രഹം ഉള്ള സ്ഥലത്താണ് അവർ ചെന്നത്. ആ കാടെല്ലാം വെട്ടിമാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ഗുഹ കാണുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഇത് തന്നെയാണ് നമുക്ക് പറ്റിയ സ്ഥലം. ഈ ഗുഹയും ഗുഹാമുഖവും ഒക്കെയാണ് ഞാൻ കണ്ട ബെത്ലഹേമിലെ പുൽത്തൊഴുത്ത് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു സ്ഥലനിർണയം നടത്തിയിട്ട് ഫ്രാൻസിസ് അസീസിയും ജിയോവാനിയും അവിടുന്ന് യാത്രയാവുകയാണ്. ഇനിയും ഫ്രാൻസിസ് അസീസിയുടെ ഈ പുൽക്കൂടിൻ്റെ കഥ 3-ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും.